സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. സം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ രണ്ട് ടൈപ്പ് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ എടുക്കുന്ന സീക്വൻസ് ഒരു ഓഡ് നമ്പർ സീക്വൻസ് വരാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈവൻ നമ്പർ സീക്വൻസ് വരാം, അല്ലേ? ഈവൻ നമ്പർ സീക്വൻസ്, ഓഡ് നമ്പർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഈവൻ ആവാം, അടുത്ത എന്ന് പറയുന്നത് ഓഡ് ആവാം. അങ്ങനെ വരുന്ന രണ്ട് ടൈപ്പ് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നോക്കാം? ഓഡ് നമ്പർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ സീക്വൻസിനെ ഒന്ന് എഴുതുകയാണ്. 1 2 3 4 5. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ സീരീസ് ആണ് ഏത്? 1 2 3 4 നാച്ചുറൽ നമ്പർ സീരീസ് എഴുതി. എത്ര ടേംസ് ഉണ്ട്? 5 ടേംസ് ഉണ്ട്. ഇതിൻ്റെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അറിയാം. ഒരു ഇക്വേഷൻ നമുക്കറിയാം. എന്തായിരുന്നു? സം ഓഫ് n ടേംസ് എന്നുള്ള ഇക്വേഷൻ. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിനുള്ള ഇക്വേഷൻ n×n+1/2 ആണ്, അല്ലേ? ഈ ഇക്വേഷനിൽ കൊടുത്ത് നമുക്കിത് ചെയ്ത് നോക്കാം. എങ്ങനെ കിട്ടും? n is equal to n. ഇവിടെ 5 ടേംസ് ഉണ്ട്. 5 × 6/2 എന്ന് കിട്ടും. n×n+1/2 ക്യാൻസൽ ചെയ്യാം. 2ഉം 6ഉം ക്യാൻസൽ ചെയ്യാം. 3 എന്ന് വരും. 5 × 3 എന്ന് കിട്ടും. ദറ്റ് ഈസ് 15, ഇല്ലേ? ഇനി ഈ സമ്മ് നമുക്ക് 15 എന്ന് കിട്ടി. ഈ 15ഉം ബാക്കി ഇതിലുള്ള ടേംസും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഓഡ് നമ്പർ സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ, ഓഡ് നമ്പർ ഓഫ് ടേംസ് ഉള്ള ഒരു സീക്വൻസ് ആണെങ്കിൽ അതിനൊരു മിഡ് ടേം ഉണ്ടായിരിക്കും, ഇല്ലേ? മിഡ് ടേം 3 അല്ലേ? 3 എന്ന് പറയുന്ന ഒരു മിഡ് ടേം ഉണ്ട്. അപ്പോൾ ദാറ്റ് മിഡ് ടേം എടുത്തു 3. ഈ 3ഉം 15ഉം തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതായത് സം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മിഡ് ടേം എന്ന് പറയുന്നത്, ഇവിടെ ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യാണ്. മിഡ് ടേം എന്ന് പറയുന്നത്, മിഡ് ടേം 3 ആണല്ലേ? ഈ മിഡ് ടേം എന്ന് പറയുന്നത് ഈ സമ്മ് 15 അല്ലേ ഇവിടെ? അപ്പോൾ 15 സമ്മിനെ അതായത് ഈ 15നെ ഇവിടെ എത്ര ടേംസ് ഉണ്ട് മൊത്തത്തിൽ? 5 ടേംസ് ഉണ്ട്. ആ 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് ഈ മിഡ് ടേം കിട്ടുന്നത്? അതായത് സമ്മിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഒരു ഇക്വേഷൻ ഫോം ചെയ്തതുണ്ടോ? അപ്പോൾ ഒരു ഓഡ് നമ്പർ സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ, ഓഡ് നമ്പർ ഓഫ് ടേംസ് ഉള്ള ഒരു സീക്വൻസ് ആണെങ്കിൽ അതിൽ മിഡ് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, നമുക്ക് വേറൊരു സീക്വൻസ്, വേറൊരു എക്സാമ്പിളോടെ ചെയ്ത് നോക്കാം. വേറെ ഒരു ഈവൻ നമ്പർ സീക്വൻസ് എടുക്കാം. 2 4 6 8 10. ഇതൊരു ഈവൻ നമ്പർ സീക്വൻസ് ആണ് വിത്ത് നമ്പർ ഓഫ് ടേംസ് n is equal to, ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 5 ടേംസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാം. എത്ര കിട്ടും? ഈ ഇത്രയും ടേംസും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും എത്ര കിട്ടും? 6 4 10 8 2 10 20 30. അപ്പോൾ അവിടുത്തെ SN നമുക്കറിയാം. ഇക്വേഷനിൽ കൊടുത്ത് ചെയ്യാതിരിക്കാനാണ് കൂട്ടി ചെയ്തത്. SN നമുക്കറിയാം 30. അങ്ങനെയാണെങ്കിൽ SN 30 ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മിഡ് ടേം കണ്ടുപിടിക്കാം. മിഡ് ടേം എഴുതി വെക്കാം. മിഡ് ടേം എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. ആണ്. സം എത്രയാണ്? 30. എത്രയുണ്ട്? നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 5 ആണ്. അപ്പോൾ 30/5 എന്ന് കിട്ടും. ദറ്റ് ഈസ് 6 അല്ലേ ഇവിടുത്തെ മിഡ് ടേം? 6. ഓക്കെ ആണല്ലോ. അതുപോലെ ഇനി ഇവിടെ വേറൊരു കണക്ഷനും ഉണ്ട്. ഇതിന് ഇടയ്ക്കുള്ള നോക്കിയാൽ നമുക്ക് പെയർ ചെയ്യാം. മിഡ് ടേം 6 ആണ്. ഇനിയുള്ള ടേംസ് 4നെയും 8നെയും പെയർ ചെയ്യാം. അതായത് സെക്കൻഡ് ടേമിനെയും ഫോർത്ത് ടേമിനെയും പെയർ ചെയ്യാം. അതുപോലെ സെക്കൻഡ് ടേമിനെയും ഫസ്റ്റ് ടേമിനെയും ഫിഫ്ത്ത് ടേമിനെയും പെയർ ചെയ്യാം. അങ്ങനെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ഈ പെയേഴ്സ് തമ്മിലൊന്ന് കൂട്ടി നോക്കിയേ. പെയേഴ്സ് കൂട്ടാം. 2ഉം 10ഉം എത്ര കിട്ടും? 12 എന്ന് കിട്ടും. അപ്പോൾ അവിടുത്തെ സമ്മ്, ആ പെയേഴ്സിൻ്റെ സമ്മ് 12 ആണ്. അതുപോലെ അടുത്ത പെയർ കൂട്ടി നോക്കാം. 4ഉം 8ഉം അതിൻ്റെയും സമ്മ് എത്രയാണ്? 12 ആണ്, അല്ലേ? ആ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടൂലേ 6 മിഡ് ടേം. ഓക്കെ, ഈ പറഞ്ഞ കാര്യം നമ്മൾ നേരത്തെ എടുത്ത സീക്വൻസിലുണ്ടോ നോക്കാം. ഇവിടുത്തെ സമ്മ് എന്ന് പറയുന്നത് പെയറാക്കുമ്പോൾ ഉള്ള സമ്മ് 2ഉം 4ഉം 6 കിട്ടും. 1ഉം 5ഉം അതും 6 തന്നെ കിട്ടും. 6നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതല്ലേ നമ്മുടെ മിഡ് ടേം, അല്ലേ? ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഈ കണക്ഷനും ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നമുക്കിനി വരുന്ന ക്വസ്റ്റ്യനിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കാം. അടുത്തത് ഈവൻ നമ്പർ സീക്വൻസ്. ഇപ്പം നമ്മൾ പറഞ്ഞത് ഓഡ് നമ്പർ സീക്വൻസ്. ഈവൻ നമ്പർ സീക്വൻസിൽ എന്തില്ല? മിഡ് ടേം ഉണ്ടായിരിക്കില്ല. അതവിടെ നമുക്ക് നോക്കുമ്പോഴത്തേനും നമ്പേഴ്സ് മിഡ് ടേം ഉണ്ടായിരിക്കില്ല. നമുക്ക് ഇക്വേഷൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 1 2 3
4, 5, 6. ഇതിപ്പോൾ ഒരു ഈവൻ നമ്പർ സീക്വൻസ് ആണ് വിത്ത് n is equal to 6 അല്ലേ. നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. നേരത്തെ നമ്മൾ 5 വരെയുള്ള ടേംസിൻ്റെ സമ്മ് 15 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ 6 കൂടെ ആകുമ്പോഴത്തേന് സമ്മ് എത്രയായിരിക്കും? 21 ആയിരിക്കും അല്ലേ. അപ്പോൾ 21 സമ്മെന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കും. ഇവിടെയും നമ്മൾ പെയർ ചെയ്തു. എങ്ങനെ പെയർ ചെയ്യും? തേർഡും ഫോർത്തും തമ്മിൽ പെയർ ചെയ്യാം. അതുപോലെ സെക്കൻഡും ഫിഫ്ത്തും തമ്മിൽ പെയർ ചെയ്യാം. അതുപോലെ ഫസ്റ്റും സിക്സ്ത്തും തമ്മിൽ പെയർ ചെയ്യാം. ഇങ്ങനെ പെയർ ചെയ്ത് പോവാം. പെയർ ചെയ്യുമ്പോൾ പെയേഴ്സിൻ്റെ സമ്മ് എടുക്കാം. 3ഉം 4ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 7. 5ഉം 2ഉം കൂട്ടിയാലും 7. 1ഉം 6ഉം കൂട്ടിയാലും 7 അല്ലേ. ഇനി ഇവിടുത്തെ സമ്മ് എത്രയാണ്? 21. ഈ 7ഉം ഈ 21ഉം തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? 7ഉം 21ഉം തമ്മിൽ എന്താണ് കണക്ഷൻ? കണക്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയേ, നമ്മളിവിടെ എത്ര പെയർ എടുത്തു? എത്ര പെയേഴ്സ്? നമ്പർ ഓഫ് പെയേഴ്സ് എത്രയാണ്? 1, 2, 3. ഇങ്ങനെ 3 പെയേഴ്സ് അല്ലേ നമുക്കുള്ള. അപ്പോൾ ആ നമ്പർ ഓഫ് പെയേഴ്സ് 3ഉം ഇവിടുത്തെ ആ പെയേഴ്സിൻ്റെ സം ഓഫ് പെയേഴ്സ് 7ഉം രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സമ്മ് 21 എന്ന് കിട്ടും. മനസ്സിലായോ? വേറൊരു ക്വസ്റ്റ്യനോട് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അതായത് സമ്മ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഈവൻ നമ്പർ സീക്വൻസിൽ സമ്മ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് പെയേഴ്സ് എടുക്കുക, പെയർ ആക്കുക. നമ്മുടെ തന്നിരിക്കുന്ന ടേംസിനെ പെയർ ആക്കുക. എന്നിട്ട് ആ നമ്പർ ഓഫ് പെയേഴ്സ് എടുക്കുക. നമ്പർ ഓഫ് പെയേഴ്സും സമ്മ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ ഫോം ചെയ്യാണ്. സമ്മ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു ഒരു പെയറിൻ്റെ സമ്മ്. എല്ലാ പെയറിൻ്റെയും സമ്മ് സെയിം ആണ്. ഇവിടെ നമുക്ക് 7 വന്നത്. ഒരു പെയറിൻ്റെ സമ്മ്, സം ഓഫ് 1 പെയർ. ഒരു പെയറിലുള്ള ടേംസിൻ്റെ സമ്മ്. അതാണ് നമ്മുടെ സമ്മിനുള്ള ഇക്വേഷൻ. ഇത് വെച്ച് നമ്മൾ പ്രോബ്ലംസ് ചെയ്യും. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. നമുക്ക് വേറൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമ്മളിവിടെ എടുത്ത പോലെ അടുത്തൊരു ഈവൻ നമ്പർ സീക്വൻസ് നമ്മൾ എടുക്കുന്നു. 2, 4, 6, 8, 10, 12 കൂടെ എഴുതി. അപ്പോൾ വിത്ത് n is equal to n എത്രയാണ് ഇവിടെ? 6. നമ്മുടെ മുന്നത്തതിൽ 5 ടേംസ് ആണ് ഉണ്ടായിരുന്നത്, ഓഡ് നമ്പർ സീക്വൻസ്. അപ്പോൾ അവിടുത്തെ സമ്മ് 30 ആയിരുന്നു. 30യുടെ കൂടെ ഇവിടെ 6, 12 കൂടെ വരുമ്പോഴത്തേന് എത്രയാവും? ഇവിടുത്തെ SN എത്രയാവും? SN is equal to SN എന്ന് പറയുന്നത് ഇവിടെ 30 ആയിരുന്നു. 30ഉം 12ഉം കൂടെ ആകുമ്പോഴത്തേനും 42 ആവും അല്ലേ. അപ്പോൾ സമ്മ് കിട്ടി. ഇനി നമ്മുടെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കാം. സമ്മ് നമുക്കറിയാം. ഇവിടെ നമ്പർ ഓഫ് പെയേഴ്സ് എത്രയാണ്? ഏതൊക്കെ പെയേഴ്സ് ഉണ്ട്? 6നെയും 8നെയും പെയർ ചെയ്യാം, 4നെയും 10നെയും പെയർ ചെയ്യാം, 2നെയും 12നെയും പെയർ ചെയ്യാം. 3 പെയേഴ്സ് ഉണ്ട്. സം ഓഫ് നമ്പർ ഓഫ് പെയേഴ്സ് എത്രയാണ്? 3 ആണ്. 3 ഇൻറ്റു എത്ര? ഓരോ പെയറും നമുക്ക് കൂട്ടി നോക്കാം. 2ഉം 12ഉം കൂട്ടിയാൽ എത്രയാണ്? 14. 4ഉം 10ഉം കൂട്ടിയാലും 14. 6ഉം 8ഉം കൂട്ടിയാലും 14. അപ്പോൾ 14നെയും 3നെയും കൂടെ ഇൻറ്റു ചെയ്ത് നോക്കാം അല്ലേ. എത്ര കിട്ടും? 42 എന്ന് കിട്ടി. അതല്ലേ നമ്മളിവിടെ എഴുതിയിരിക്കുന്ന സം. അപ്പോൾ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യൂലേ? ഈ പറഞ്ഞ ഇക്വേഷൻസ് രണ്ട് മനസ്സിലായോ? ഓഡ് നമ്പർ സീക്വൻസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? മിഡ് ടേം ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ മിഡ് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തെന്ന് എഴുതി? മിഡ് ടേം ഇസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. എത്ര ടേംസ് ഉണ്ടോ അത്രേൻ്റെ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. അല്ലെങ്കിൽ നമുക്കവിടെ സമ്മിനുള്ള ഇക്വേഷൻ പുതിയത് ഫോം ചെയ്യാം. എങ്ങനെയാക്കാം? ഈ ഇക്വേഷൻ എങ്ങനെയാക്കാം? സമ്മിനുള്ളൊരു പുതിയ ഇക്വേഷൻ ഉണ്ടാക്കാം. സം എന്ന് പറയുന്നത് സം ഇസ് ഈക്വൽ ടു ഈ നമ്പർ ഓഫ് ടേംസും കൂടെ ഇങ്ങ് വരും. അപ്പോൾ എന്താവും? മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എന്നോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡ് ടേം എന്നോ എഴുതാം. മനസ്സിലായോ? ഈ രണ്ട് ഇക്വേഷനും പഠിച്ചിരുന്നാൽ മതി. സമ്മിനുള്ള ഈവൻ നമ്പർ കേസിലുള്ള സമ്മിന് ഇക്വേഷൻ ഇതാണ്. സം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു സം ഓഫ് 1 പെയർ. ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ സം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡ് ടേം. ഓക്കെ ആണല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്ന ഇക്വേഷൻ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നുകൂടെ ചെയ്യാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കാൽക്കുലേറ്റ് ഇൻ ഹെഡ് ദ സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ. ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ഇൻ ഹെഡ്. അതായത് നമ്മൾ പറഞ്ഞ ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട ആവശ്യം ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 51, 52 എക്സെട്ര അപ് ടു 70. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. 1 51 പ്ലസ് 52 പ്ലസ് എക്സെട്ര അപ് ടു 70 അല്ലേ.
അങ്ങനെ എത്ര ടേംസ്, ഇതിൽ എത്ര ടേംസ് ഉള്ള സീക്വൻസ് ആണ്? n എന്ന് പറയുന്നത് എത്രയായിരിക്കും? n നമുക്കറിയാം 20 ആണ് അല്ലേ. 51 തൊട്ട് 70 വരെ എത്ര ടേംസ് കാണും? 20 ടേംസ് കാണും. അങ്ങനെയാണെങ്കിൽ ഇത് ഇവൻ നമ്പർ സീക്വൻസ് ആണോ ഓഡ് നമ്പർ സീക്വൻസ് ആണോ? നമുക്കറിയാം അതെന്താണ്. ഇറ്റ് ഇംപ്ലൈസ് ഇത് ഇവൻ നമ്പർ സീക്വൻസ് ആണ്. ഇരട്ട സംഖ്യകളാണ് ഇതിലെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്. ഇരട്ട സംഖ്യ വരുന്ന ഒരു സീക്വൻസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് സമ്മ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഇക്വേഷൻ എന്തായിരുന്നു? സമ്മിനുള്ള ഇക്വേഷൻ സം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയേഴ്സ്. അവിടെ എത്ര പെയേഴ്സ് ഉണ്ടെന്ന് നോക്കണം. നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു സം ഓഫ് വൺ പെയർ. ഒരു പെയറിൻ്റെ സമ്മും അവിടെ എത്ര പെയേഴ്സ് ഉണ്ടെന്നുള്ളതും നോക്കണം. സം ഓഫ് വൺ പെയർ. ഇവിടെ നോക്ക്, ഇവിടെ എത്ര പെയേഴ്സ് ഉണ്ടാവും? n എന്ന് പറയുന്നത് 20 ആണെങ്കിൽ അവിടെ 10 പെയർ ഉണ്ടാവും അല്ലേ. n എന്ന് പറയുന്നത് 50 ആണെങ്കിൽ അവിടെ എത്ര പെയർ ഉണ്ടാവും? അങ്ങനെ 25 പെയർ ഉണ്ടാവും. ഇവിടെ n എന്ന് പറയുന്നത് 20 ആയതുകൊണ്ട് അവിടെ 10 പെയർ, അതിൻ്റെ പകുതി 10 പെയേഴ്സ് ഉണ്ടായിരിക്കും ഇല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം 10. നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 10 ആണ്. സം ഓഫ് വൺ പെയർ നോക്കാം. ലാസ്റ്റത്തെയും ഫസ്റ്റ് ടേമും കൂടെ പെയർ ചെയ്യാം. 51 70 പെയർ ചെയ്താൽ എത്ര കിട്ടും? 121 എന്ന് കിട്ടും. പെയർ ചെയ്താലല്ല, സം എടുത്താൽ 51 70 കൂട്ടുമ്പോൾ 121 എന്ന് കിട്ടും. 10 × 121 എത്രയാണ്? 1210. ഇതല്ലേ നമ്മൾ മുന്നേ ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്യാം ഇല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 1.5 2.5 3.5 4.5 അങ്ങനെ 12.5. അപ്പോൾ നോക്ക് സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടായിരിക്കും. അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. എങ്കിലേ നമുക്ക് ഈവൻ ആണോ ഓഡ് ആണോ എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്നു പറയുന്നത് എത്രയാണ്? 1 തൊട്ട് 12.5 വരെ എത്ര കാണും? 1.5 തൊട്ട് 12.5 വരെ എത്ര ടേംസ് കാണും? 1.5 2.5 3.5 അങ്ങനെ 12 ടേംസ് ഉണ്ട്. അവിടുത്തെ n എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. n 12 ആണ്. അപ്പോൾ അതും എന്താണ്? ഈവൻ നമ്പർ സീക്വൻസ് ആണ് അല്ലെ. ഈവൻ നമ്പർ ഓഫ് ടേംസ് ഉള്ള സീക്വൻസ്. അപ്പോൾ ഇവിടുത്തെ സമ്മിൻ്റെ ഇക്വേഷൻ എന്താണ്? സം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു സം ഓഫ് വൺ പെയർ. എത്ര പെയേഴ്സ് കാണും അവിടെ? 12 ടേംസ് ഉണ്ടെങ്കിൽ 6 പെയർ കാണും. 6 ഇൻറ്റു സം ഓഫ് വൺ പെയർ, ഒരു പെയർ കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്ക് ലാസ്റ്റും ഫസ്റ്റും ടേമുകൾ നോക്കാം. ഏതൊക്കെയാണ്? 1.5യും 12.5യും. 1.5യും 12.5യും കൂടെ കൂട്ടി നോക്കാം. ഓക്കെ, 12 ഒന്നും കൂടെ ആകുമ്പോൾ 13 ആവും. ബാക്കിയുള്ള അരയും കൂട്ടുമ്പോൾ 1 കിട്ടും. 13 1 14. 6 ഇൻറ്റു 14 എന്ന് വരും. 6 ഇൻറ്റു 14 എത്രയാണ്? 84. ഇതല്ലേ നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. 6 ഇൻറ്റു 14 84 ആണല്ലോ. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 1/2 1 1.5 2 2.5 3 അങ്ങനെ അപ് ടു 12.5 വരെ. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1/2 + 1 + 1.5 + 2 + എക്സെട്ര അപ് ടു 12.5 അല്ലേ. ഇതല്ലേ സീക്വൻസ്. 1/2 1 1.5 2 2.5 3 അങ്ങനെ 12.5 വരെയുള്ള സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? അത് എങ്ങനെ ചെയ്യാൻ നോക്കാം. എത്ര ടേംസ് ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. നമുക്ക് ഇതിനെ ഒന്നുകൂടെ പെയർ ചെയ്ത് ടേംസ് എങ്ങനെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. 1/2 1 കൂടെ ആകുമ്പോൾ 1 വരെ ആയപ്പോൾ 2 ടേംസ്. 1.5 2.5 അങ്ങനെ 1.5 2 അപ്പോൾ 2. അടുത്ത ടേം ഏതായിരിക്കും? 2.5യും 3 അപ്പോൾ 3 വരെ എത്തിയപ്പോഴത്തേന് എന്തായി? 2 വരുന്ന 3 പെയേഴ്സായി. 1/2യും 1ഉം 1.5യും 2ഉം 2.5യും 3ഉം 3.5യും 4ഉം അല്ലേ. അങ്ങനെ 12 വരെയുള്ള നമുക്ക് എടുക്കാം. 12 വരെ എത്ര ടേംസ് കാണും? നമ്മളെടുത്ത ഓരോ കോളത്തിനകത്തും 2 ടേംസ് വീതം. അപ്പോൾ 12 × 2 എത്ര കിട്ടും? 24 ടേംസും പിന്നെ 12 വരെ എടുത്തോളൂ. പിന്നെ ഒരു 12 അരയും. അപ്പോൾ 24 1ഉം എത്ര വരും? 25 ടേംസ് ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായോ? അരയും 1ഉം, അടുത്ത 1.5യും 2ഉം അങ്ങനെ എത്ര വരെ? 11.5യും 12 വരെ അല്ലേ. അപ്പോൾ 1 2 3 അങ്ങനെ 12 വരെ. ഓരോന്നിൽ എത്ര വെച്ചാണുള്ളത്? 2 വെച്ചുണ്ട്. അപ്പോൾ 12 × 2 20. ഇതുവരെ എത്തിയപ്പോഴത്തേനും 24 ആയി. 24 ടേംസ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് കൂടെ ഉണ്ട്? 12.5യും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ 24ൻ്റെ കൂടെ 12.5 എന്ന് പറയുമ്പോൾ ഒരു ടേം കൂടെ ഉണ്ട്.
24 ഒന്നും 25 ടേംസ് ഉണ്ട്. അതായത് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിൽ n എന്ന് പറയുന്നത് എത്രയാണ്? n is equal to 25 ആണ്. നമുക്ക് ഇതുവരെ നമ്മൾ ചെയ്ത 2 ക്വസ്റ്റ്യനിലും ഈവൻ നമ്പർ ആയിരുന്നു, നമ്പർ ഓഫ് ടേംസ് ഈവൻ ആയിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ മാത്രമാണ് നമ്പർ ഓഫ് ടേംസ് എന്ത് വരുന്നത്? ഓഡ് വരുന്നത്. അപ്പം നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. n ഓഡ് വന്നു. n ഓഡ് വന്നാൽ സമ്മിനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സമ്മിനുള്ള ഇക്വേഷൻ ഇതാണ്. സം ഇസ് ഈക്വൽ ടു ഇല്ലേ, ഒരു മിഡ് ടേം ഉണ്ടായിരിക്കും ഇല്ലേടെ, മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും. ഇവിടുത്തെ മിഡ് ടേം നമുക്ക് കണ്ടുപിടിക്കണം. മിഡ് ടേം എങ്ങനെ കണ്ടുപിടിക്കും? മിഡ് ടേം ഇത് ഏതായിരിക്കും? 25ൻ്റെ മിഡ് ടേം, 25 ടേംസ് ഉള്ള ഒരു സീക്വൻസിൻ്റെ മിഡ് ടേം ഏതായിരിക്കും? 5 ടേംസ് ഉള്ളൊരു സീക്വൻസിലെ മിഡ് ടേം ഏതായിരിക്കും? 5ലെ മിഡ് ടേം 3 ആയിരിക്കും. അതുപോലെ 25ലെ മിഡ് ടേം ഏതായിരിക്കും? 13 ആയിരിക്കും അല്ലേ? അവിടുത്തെ മിഡ് ടേം ഏതായിരിക്കും? 13 ആയിരിക്കും. ഈ സീക്വൻസിലെ 13th ടേം കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യനിലുള്ള ഈ സീക്വൻസിൻ്റെ 13th ടേം കണ്ടുപിടിച്ച് നോക്കാം. ഇതിൽ നോക്കിയേ, ഫസ്റ്റ് ടേം അരയാണ്, സെക്കൻഡ് ടേം 1 തേർഡ് ടേം 1.5 അല്ലേ, 1.5. ഫോർത്ത് ടേം എത്രയാണ്? 2. ഫോർത്ത് ടേം എന്ന് പറയുന്നത് 2 അല്ലേ? അങ്ങനെയാണെങ്കിൽ 13th ടേം കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് 12th ടേം കണ്ടുപിടിക്കാം. 12th ടേം എത്രയായിരിക്കും? സെക്കൻഡ് ടേം 1, ഫോർത്ത് ടേം 2 എങ്കിൽ ഫോർത്ത് ടേം 2, സിക്സ്ത് ടേം എത്രയായിരിക്കും? 3 ആയിരിക്കും അല്ലേ? അപ്പോൾ 12th ടേം എത്രയായിരിക്കും? 6 ആയിരിക്കും എങ്കിൽ 13th ടേം എത്രയായിരിക്കും? 6.5 ആയിരിക്കും ഇവിടുത്തെ 13th ടേം. അപ്പോൾ മിഡ് ടേം കിട്ടി എത്ര? 6.5. മിഡ് ടേം എത്രയാണ്? 6.5. 6 പിന്നെ 1.5 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 25 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മിക്സഡ് ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനും ഉണ്ട്. നമുക്ക് എഴുതി നോക്കാം. 6.5 എന്താക്കണം? 6.5 ഇൻറ്റു 25 എന്നാണ് കിടക്കുന്നത്. 6.5 നമുക്ക് ഇംപ്രോപ്പർ ആക്കാം. 6 ഇൻറ്റു 2 എത്ര വരും? 6 ഇൻറ്റു 2 12, മുകളിലുള്ള 1 13. 13 ഡിവൈഡഡ് ബൈ 2 അല്ലേ, ഇൻറ്റു 25 എന്ന് വരും. 13/2 ഇൻറ്റു 25. അപ്പോൾ എങ്ങനെ വരും? 13 ഇൻറ്റു 25 ചെയ്യാം. 15, 1, 5, 6, 12, 1, 2, 3, 325/2 എന്ന് കിട്ടും. അതല്ലേ നമുക്ക് അന്ന് കിട്ടിയ ആൻസർ? 325/2. 325/2 എത്രയാണ്? 320ൻ്റെ പകുതി. 325/2 എന്ന് പറഞ്ഞാൽ 162.5. അതാണ് നമുക്ക് അന്ന് ഇവിടെ കിട്ടിയത്. മിക്സഡ് ഫ്രാക്ഷനിലോട്ടാക്കി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. ഇത് ഇക്വേഷൻ ഇല്ലാതെ നമ്മൾ ഇൻ ഹെഡ് ചെയ്തതാണ്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഏതാണ്? 1/101, അങ്ങനെ 201/101 വരെ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ 1/101, 2/101 അല്ലേ, 2/101, 2 അല്ല 3, 1/101, 3/101, അങ്ങനെ 201/101 ആണല്ലോ. 1, 3, 5 അങ്ങനെ 201/101 വരെ. നമുക്ക് മുകളിലത്തെ ടേം മാത്രം എടുത്ത് നോക്കാം. മുകളിൽ നോക്കിയേ, 1, 3 അങ്ങനെ 201 വരെ. 1, 3, 5, 10 വരെ ആയപ്പോഴത്തേനും 5 ടേംസ്. 100 വരെ ആകുമ്പോൾ 50 ടേംസ്. 200 വരെ ആകുമ്പോൾ 100 ടേംസ് അല്ലേ. 201 വരെ ആകുമ്പോൾ എത്ര ടേംസ്? 101 ടേംസ് എന്ന് കിട്ടും. 201 വരെ ആകുമ്പോൾ 101 ടേംസ് അല്ലേ? മനസ്സിലായോ? ഇതൊരു ഓഡ് നമ്പറാണ്. 1 മുകളിലുള്ള ന്യൂമറേറ്റർ മാത്രമേ എടുക്കുന്നുള്ളൂ. 1, 3, 5, 7 അങ്ങനെ 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 201 വരെ. 201 വരെ എത്ര ടേംസ് ഉണ്ടെന്ന് നോക്കണം. ഒന്നെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷനിലിട്ടും ചെയ്യാം. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? നമുക്ക് അല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. 1, 3, 5, 7, 9, അതായത് 10 വരെ ആയപ്പോൾ 5 ടേംസ്. അങ്ങനെയാണെങ്കിൽ 50 വരെ ആകുമ്പോൾ 25 ടേംസ്. 100 വരെ ആകുമ്പോൾ 50 ടേംസ്. 200 വരെ ആകുമ്പോൾ 100 ടേംസ്. 200ഉം പിന്നെ ഒരു എക്സ്ട്രാ 201. അപ്പോൾ എത്ര ടേംസ് കാണും? ഇവിടുത്തെ n എന്ന് പറയുന്നത് എത്രയായിരിക്കും? n is equal to 101. എഗെയിൻ എന്ത് വന്നു? എഗെയിൻ ഒരു ഓഡ് നമ്പർ ടേംസ് ഉള്ള സീക്വൻസ് വന്നു. ഓഡ് നമ്പർ ഓഫ് ടേംസ് ഉള്ള ഒരു സീക്വൻസ് കിട്ടി ഇല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇനി സമ്മ് കണ്ടുപിടിക്കണം. സമ്മിലുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സമ്മ് ഓടാണെന്നുണ്ടെങ്കിൽ സമ്മിലുള്ള ഇക്വേഷൻ സം ഇസ് ഈക്വൽ ടു
sum is equal to midterm into number of terms. നമുക്കിനി മിഡ് ടേം കണ്ടുപിടിക്കണം. മിഡ് ടേം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ 101ൻ്റെ മിഡിലുള്ളത് ആരാണ്? 101ൻ്റെ മിഡിലിൽ 51ആണുള്ളത്. 51. അപ്പോൾ 51ാമത്തെ ടേം കണ്ടുപിടിക്കണം. ഏതായിരിക്കും 51ാമത്തെ ടേം? സീക്വൻസിലെ 1, 3, 5 എന്ന് പറഞ്ഞിട്ട് 50ാമത്തെ ടേം എന്ന് പറയുന്നത് 100 ആയിരിക്കും. 51ാമത്തെ ടേം ഏതായിരിക്കും? 101 ആയിരിക്കും. അപ്പോൾ 51st ടേം കിട്ടി അല്ലേ? 101. ഇനി ഡിനോമിനേറ്ററിൽ ഒരാളില്ലേ 101? അപ്പോൾ നമുക്ക് ഇൻറ്റു ചെയ്ത് നോക്കാം. 101/101 എന്ന് വരും. ദാറ്റ് ഈസ് 1 ആണ്. മിഡ് ടേം എത്രയാണ്? മിഡ് ടേം ആണ് നമുക്ക് 1 എന്ന് കിട്ടിയത്. അല്ലെങ്കിൽ 101/101 ഇടാം, ക്യാൻസൽ ചെയ്തും പോവും. നമ്പർ ഓഫ് ടേംസും 1 ആണ്. 1 × 101 എന്ന് വരും. ദാറ്റ് ഈസ് 101. അതാണ് നമ്മുടെ സമ്മ് അല്ലേ? അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ ആണല്ലോ? താങ്ക് യു.